السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في قسم الثاني من دورة الثالثة من دروس اللغة العربية لغير الناطقين بها، وقد أكملنا الدرس 24 واليوم إن شاء الله نبدأ التمارين من ذلك الدرس. في أي صفحة؟ في أي صفحة؟ قولوا يا إخوان والأخوات. صفحة رقم 5 و200. 5 205. أو 205. 205. طيب، തമാരീൻ മുറാഖബ്. കഴിഞ്ഞില്ലേ? വായിച്ചിരുന്നില്ലേ? അത് രണ്ടാമതൊന്നുകൂടെ വായിക്കാന്ന് പറഞ്ഞു. അതെ. المراقب في مكتب المراقب قال المراقب في مكتبي ساعة وجدت أمس. ധാർത്ഥം വജദയിലെ മജ്ഹൂലായ രൂപമാണ് വുജിദ. വുജിദത്ത് അംസി, കാണപ്പെട്ടു. അംസി ഫിൽ മുസല്ല ബാഴ്ത. അതിലെന്തായാലും നമ്മൾ വായിക്കാൻ രണ്ടാമത് വായിക്കാന്ന് പറയാൻ കാരണം ബാഴ്ത മൻതഹത്ത്. അപ്പോൾ ഉജിദത്ത് അംസി സാഅത്ത് ആണ് അതിൻ്റെ കർത്താവ്. അതുകൊണ്ട് എന്തായി? സാഅത്തല്ല, ഉജിദത്തിലെ ഹിയയാണ് സാഅത്തിലേക്ക് മടങ്ങുന്നത്. സാഅത്തിനെ സൂചിപ്പിക്കുന്നതായതുകൊണ്ടാണ് ഉജിദത്ത് എന്ന് സ്ത്രീലിംഗം ഉപയോഗിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്? ബാഴ്ത മൻതഹത്ത് സ്വലാത്തുൽ ളുഹരി. അവിടെ സ്വലാത്താണ് കർത്താവ്, അതുകൊണ്ട് ഇൻതഹത്ത് എന്ന വാക്ക് ഉപയോഗിച്ചു, സ്ത്രീലിംഗം. ഇൻതഹ വിരമിച്ചു. ഫമൻ ഫുഖിദത്ത്, അപ്പോൾ അവിടെ എന്താണ്? മജ്ഹൂലാണ്. ഫുഖിദത്ത് സാഅത്തുഹു, ഫഖദ നഷ്ടപ്പെട്ടു. ഫഖദ യഫ്ഖദു, ഫഖദ യഫ്ഖിദു. ഖാലൂ മാദാ തഫ്ഖിദൂൻ في سورة يوسف. هل قرأتم هذه الفعل في سورة يوسف؟ يا أيتها العير إنكم لسارقون എന്ന് വിളിച്ചു പറഞ്ഞില്ലേ അവർ? ബിന്യാമിൻ്റെ കെട്ടിൽ സാധനങ്ങൾ കിട്ടിയതിന് ശേഷം, അളവ് പാത്രം കിട്ടിയതിന് ശേഷം എന്ത് ചെയ്തു? അവർ യാത്ര പുറപ്പെട്ടപ്പോഴത്തേക്ക് എന്ത് പറഞ്ഞു? അയ്യത്തുഹൽ അയറു ഇന്നക്കും ലസാരിഖൂൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്തു? ഖാലൂ മാദാ തഫ്ഖിദൂൻ, നിങ്ങൾക്ക് എന്താണ് നഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു അല്ലേ? ഫഖദ നഷ്ടപ്പെട്ടു. ഫഖദ യഫ്ഖിദു മാദാ തഫ്ഖിദൂൻ, എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ ഫഖദ നഷ്ടപ്പെട്ടു, ഫുഖിദത്ത് നഷ്ടപ്പെട്ടതിൻ്റെ എന്തായി? മജ്ഹൂലായിട്ട് ഉപയോഗിച്ചു. ഫുഖിദത്ത് സാഅത്തുഹു, ലോസ്റ്റ് ഹിസ് വാച്ച്. ഫൽയത്തസിൽ, ഇപ്പം എന്തായി? ഫൽയത്തസിൽ എന്നത് എന്ത് തരം ക്രിയയാണ്? ഫിഅലുൽ അംറാണ്. പിന്നെന്താണ്? ഗായിബാണ്. ഫിഅലുൽ അംറാണ്, ഗായിബാണ്. ഫൽയത്തസിൽ, ഇത്തസല യത്തസിൽ എന്നാണ് അതിൻ്റെ കൽപ്പന. ഇത്തസിൽ എന്നാണ് അംർ ഹാദിർ. ഗായിബ് വരുമ്പോൾ ലി യത്തസിൽ എന്നാണ് ഗായിബ് വരുന്നത്. അതിന് എൻ്റെ കൂടെ ഫായോ വായോ എന്തെങ്കിലുമൊക്കെ ചേർന്ന് വന്നാൽ എന്താവും? ലീക്ക് വരും, ലാമിന് സുക്കൂൻ വരും. ഫൽ യത്തസിൽ.
ബി ലെറ്റ് ഹിം കോണ്ടാക്ട് മീ എന്നർത്ഥം. നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ ലെറ്റ് ഹിം കോണ്ടാക്ട് മീ. ഫല്ലത്തസൽ ബി ലെറ്റ് ഹിം എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഹിം എന്ന് പറഞ്ഞാൽ എന്താണ്, മറഞ്ഞ ആളാണ്, അതുകൊണ്ടാണ് അമ്ര ഗായിബ് ഉപയോഗിച്ചത്. ബഅദമ ഇൻതഹദ, ബഅദമ വന്നപ്പോഴാണ് നമ്മൾ അത് അടുത്ത പ്രാവശ്യം വായിക്കാമെന്ന് പറഞ്ഞത്. അതെ. അപ്പം മായ്ക്ക് ശേഷം യൻതഹി എന്ന ഫെയിൽ വന്നിരിക്കും. മായ്ക്ക് ശേഷം ഫെയിൽ വരുമ്പോൾ അതെന്താണ്, ആ മായെ പറയുന്ന പേരാണ് മാ അൽ മസ്ദരിയ. നമ്മൾ വേറെ മസ്ദരിയ പഠിച്ചായിരുന്നല്ലോ, മസ്ദറാകുന്ന ആക്കുന്ന വാക്ക് ചേർത്താല് അനിൽ മസ്ദരിയ പഠിച്ചായിരുന്നു, മസ്ദറിൻ്റെ അൻ പഠിച്ചായിരുന്നു. അതേപോലെ ഒരു സംഭവമാണ് മാ. അപ്പോൾ ബഴുതമൻതഹത്ത് ബഴുതമായൻതഹി എന്ന് പറഞ്ഞാൽ ആ മുകളിലും പറഞ്ഞായിരുന്നത് ഫിൽ മുസല്ല ബഴുതമൻതഹത്ത്. അപ്പോൾ മായും ഇൻതഹത്തും കൂടെ ചേർത്തിട്ട് എന്താണ്, അതിൻ്റെ ക്രിയാധാതുവിൻ്റെ മീനിങ് ആയിരിക്കും വരിക. അത് പറഞ്ഞ അതായത് വേറൊരു വാക്കി പറഞ്ഞാൽ ബഅദ മൻതഹത്ത്, മായും ഇൻതഹത്തും കൂടെ ചേർന്നപ്പോൾ എന്തായി, ബഅദ ഇന്തിഹാഇ സ്വലാത്തി. ഇന്തിഹാ ക്രിയാധാതുവാണ് ഇന്തിഹാ. അപ്പോൾ ബഅദ ഇന്തിഹാഇ സ്വലാത്തി, നമസ്കാരം തീർന്നതിന് ശേഷം, നമസ്കാരത്തിൻ്റെ പൂർത്തീകരണത്തിന് ശേഷം എന്നെ കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ മാ എന്താണ്, ക്രിയാധാതുവാക്കുന്ന മായാണ്, ക്രിയാധാതു മസ്ദരിയായ മായാണ്. അപ്പോൾ ഇത് ബഅദമ അത്തരം പദങ്ങൾ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ബഅദമൻതഹത്ത് തീർന്നതിന് ശേഷം, മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ തീർന്നതിന് ശേഷം. മാതിന്റെ കൂടെയും മുളാരിന്റെ കൂടെയും ചേർക്കാം. അതെ അതെ, ബഅദമ ജാഅ എന്ന് പറയും, അവൻ വന്നതിന് ശേഷം. അപ്പം അതേപോലെ അപ്പം എന്തായിരിക്കും, ശരിക്കും അറബിയിൽ അതിൻ്റെ ക്രിയാധാതുവിൻ്റെ അർത്ഥമാണ് വരിക. മലയാളത്തിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യും, മലയാളത്തിലെ ശൈലി അനുസരിച്ച് അല്ലെങ്കിൽ വേറൊരു ഭാഷയുടെ ശൈലിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞ ബഅദ ഇന്തിഹാഇ അസ്വലാത്തി, നമസ്കാരത്തിൻ്റെ പൂർത്തീകരണത്തിന് ശേഷം, അല്ലെങ്കിൽ ബഅദ ഇന്തിഹാഇ സ്വലാത്തി ളുഹരി, ആ അർത്ഥത്തിലാണ് ബഅദമൻതഹത്ത് സ്വലാത്തുൽ ളുഹരി എന്ന് പറയുന്നത്. അപ്പം ഇൻതഹത്ത് എന്ന് പറഞ്ഞപ്പോൾ എന്തായി, അത് ഫെയിൽ മാളിയാണ്. യൻതഹി എന്ന് പറയുമ്പോൾ ഫെയിൽ മുളാരിയാണ്. അപ്പം മൽ മസ്ദരിയ, മാ അൽ മസ്ദരിയ, മസ്ദരി മാ എന്ത് മാളിയുടെയും കൂടെ വരും, മുളാരിയുടെയും കൂടെ വരും. രണ്ടും വന്നാലും അതിൻ്റെ ക്രിയാധാതുവിൻ്റെ മീനിങ് എടുത്തിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമസ്കാരത്തിൻ്റെ പൂർത്തീകരണത്തിന് ശേഷം, അല്ലെങ്കിൽ നമസ്കാരത്തിൻ്റെ നിന്നും വിരമിച്ചതിന് ശേഷം, ഇൻതഹ വിരമിച്ചു അല്ലെങ്കിൽ കഴിഞ്ഞു. ഫമൻ ഫുഖദത് സഅതുഹു ഫൽയത്തസിൽ ബി ബഅദമാ യൻതഹി. അപ്പം എന്താ അവിടെ എന്താണ്, ബഅദ ഇന്തിഹാഇ ദർസി, പാഠം പൂർത്തീകരിച്ചതിന് ശേഷം, പാഠത്തിൻ്റെ പൂർത്തീകരണത്തിന് ശേഷം. ബഅദമാ യൻതഹി അദ്ദർസു. ക്ലിയർ? തമാരീൻ അജിബ അൻ الأسئلة الآتية. لما لا تنفتح النافذة الفصل. നാഫിദത്തുൽ ഫസ്ലിന് എന്ത് സംഭവിച്ചു, എന്തുകൊണ്ടാണ് തുറക്കാത്തത്? മിസ്ലാജഹ ആ വജൻ ആ അവജൻ عوج مزلاجها. അവജ മിസ്ലാജഹ. ദവക്ക് എന്തായിരുന്നു വാക്ക്? പാടത്തിൽ നിന്നാണ് നിങ്ങൾ വായിക്കുന്നത്? അവജ മിസ്ലാജഹ, അവലജ മിസ്ലാജഹ. സെക്കൻഡ് ലൈൻ. 24 എന്താ നിങ്ങൾ വായിച്ചത്? ഞാൻ എന്ത് അടയാളമാണ് ഇട്ടിരിക്കുന്നത് നോക്കിയിട്ടാണ്. നിങ്ങൾ വായിച്ചത് എങ്ങനെ വായിക്കും? عوج مزلاجها. യഅ്വജ്ജ. യഅ്വജ്ജ കാരണം നമ്മൾ പഠിച്ച വാക്കെന്താ, യഹ്മറ അല്ലേ?
യഹ്മറ. പക്ഷെ അവിടെ അലിഫിൻ്റെ മുകളിൽ എന്ത് ഇട്ടിട്ടുണ്ട്? ഹംസത്തിൽ വസ്ലിൻ്റെ അടയാളം ഇട്ടിട്ടുണ്ട്. ഹംസത്തിൽ വസ്ലാണ് എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ആ അടയാളം ഇട്ടിരിക്കുന്നത്. ഖുർആനിൽ അങ്ങനെ പ്രിൻ്റ് ഉപയോഗിക്കും. സാധാരണ പ്രിൻ്റിൽ അത് ഉണ്ടാവില്ല. സാധാരണ അറബി പ്രിൻ്റിൽ ഈ അടയാളം ഉണ്ടാവില്ല. അത് നമ്മൾ സാധാരണ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്താൽ ഈ അടയാളം കിട്ടില്ല. അത് ഖുർആൻ്റെ സ്ക്രിപ്റ്റ് എടുത്ത് ടൈപ്പ് ചെയ്താൽ കിട്ടും. അപ്പോൾ അതാണ് യവജ്ജ. അതെന്തായി? ഹാൻഡിക്യാപ്ഡായി. അംഗഭംഗം സംഭവിച്ചു. മിസ്ലാജ്. മിസ്ലാജ് എന്താണ്? എന്താണ് മിസ്ലാജ് എന്താണ് അർത്ഥം? മിസ്ലാജ് എന്താ? കൊളുത്തല്ലേ? കൊളുത്ത്. കൊടുത്താണോ വിയാവരിയാണോ? എന്താണോ? വിജാരി. ഹിഞ്ചസ്. വിജാവിരി. വിജാവരിയാണ് അതായത് ഹാൻഡിക്യാപ്ഡായത്. അതുകൊണ്ടാണ് തുറക്കാത്തത്. കൊളുത്ത് തട്ടിയാലും എന്ത് ചെയ്യാം? തുറക്കാൻ പറ്റും. ഓക്കെ. ലിമ ഖളിബ അഹ്മദു അല ജാഫരിൻ. എന്ത് ചെയ്താ ഖളിബ? جعفر سخر منه لأنه والله لأنه سخر منه. سخر منه. الثالث ماذا يقال للذي تسود وجوههم يوم القيامة؟ ماذا يقال എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് മജ്ഹൂലാണ്. മജ്ഹൂലിലേക്ക് നമ്മൾ പ്രത്യേകം പഠിക്കണം കേട്ടോ. നമ്മൾ മജ്ഹൂൽ ഒരുപാട് പഠിച്ചിട്ടില്ല. അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ ഒരുപാട് വരാത്തതുകൊണ്ട്. അപ്പം യഖൂലുവിൻ്റെ മജ്ഹൂലാണ് യുഖാലു. യഖൂലു പറയുന്നു, യുഖാലു പറയപ്പെടും. അപ്പം യുഖാലു എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ആര് പറയും എന്നുള്ള സബ്ജക്റ്റ് ഇല്ല, എന്ന വിഷയമില്ല. അപ്പോൾ യുഖാലു എന്താണ് പറയപ്പെടുന്നത്? ഇല്ലദീന തസ്വദ്ദു വുജൂഹുഹും. വുജൂഹ് ബഹുവചനമായതുകൊണ്ട് തസ്വദ്ദു സ്ത്രീലിംഗ പേരാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇസ്വദ് യസ്വദ് വുജൂഹുഹും യൗമൽ ഖിയാമത്തി എന്ത് പറയും? അമ്മല്ലദീന يوم القيامة يقال لهم أكفرتم بعد إيمانكم فذوقوا العذاب بما كنتم. أين وجدت الساعة؟ أين وجدت الساعة ومتى؟ في المصلي. ഇപ്പൊ പറഞ്ഞു ഇവിടെ. في المصلي. മുസല്ലൈ അല്ല കേട്ടോ, മുസല്ല. മുസല്ല എപ്പോഴാണ്? മാറ്റിയിട്ട് അതിനെ ബാദ ഇന്തിഹായി സ്വലാത്തുൽ ളുഹ്രി എന്നും പറയാം. കാരണം നമ്മളത് മനസ്സിലാക്കിയെന്ന് വരാം. അപ്പം ബാദമൻതഹത്ത് എന്നുള്ളത് എന്താണ്? മസ്തർ മുഅവ്വലാണ്. അതിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് മസ്തറായിട്ട് ഉപയോഗിക്കാം. الثاني التمرين الثاني من أبواب الفعل الثلاثي. അതിൻ്റെ വിശദീകരണമാണ്. നേരത്തെ പറഞ്ഞ ഗ്രാമറിൻ്റെ വിശദീകരണം. മിൻ അബ്വാബിൽ ഫിഅൽ സുലാസി. അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ബാബ് എന്ന് പറഞ്ഞാൽ വാതിലല്ല, ഡോറല്ല. എന്താണ്? അധ്യായങ്ങൾ. ബാബിന് അധ്യായം എന്നർത്ഥം ഉണ്ടാവും, അതേപോലെ ഗ്രൂപ്പ് എന്നർത്ഥം ഉണ്ടാവും. ഇവിടെ ഗ്രൂപ്പ് എന്നർത്ഥമില്ല. മിൻ അബ്വാബിൽ ഫിഅൽ ആ ഗണത്തിൽപ്പെട്ടതാണ്. ഗണം അതിനൊക്കെ ബാബെന്ന് ഉപയോഗിക്കും. മിൻ അബ്വാബിൽ ഫിഅൽ സുലാസി ട്രിലിറ്ററൽ വെർബ്സിൻ്റെ സുലാസിയിൽ മസീദ് ആൻഡ് പ്ലസ് നമ്മൾ പറഞ്ഞ 3+ വെർബുകളുടെ. അപ്പം എന്തായി? സുലാസിയിൽ മസീദ് പി 3 അക്ഷരങ്ങളോടൊപ്പം അധികാക്ഷരമുള്ള ക്രിയകളുടെ ഗണത്തിൽപ്പെട്ടതാണ് ഇഫ് അല്ല. അപ്പം നമ്മളെന്ത് ചെയ്യണം? നമ്മൾ 17 ഗ്രൂപ്പ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നോട്ട്ബുക്ക് വേണം ഇനിയും നിങ്ങൾക്ക് തയ്യാറാക്കാം. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് അനിവാര്യമായും നോട്ട്ബുക്ക് തയ്യാറാക്കൽ അനിവാര്യമാണെന്ന് നമുക്ക് മനസ്സിലായി, നിർബന്ധമാണെന്ന് മനസ്സിലായി. നമ്മൾ നേരത്തെ പഠിച്ചതിന് കൂടെ എന്തൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. പിന്നെ നേരത്തെ 17 ഗ്രൂപ്പ് പഠിച്ചിട്ടുണ്ട്. അതിൽ പെടാത്തതാണ് ഇഫ് അല്ല. സീദത്ത് ഫീഹി. അപ്പോൾ സീദത്ത് എങ്ങനെ വന്നു? സാദ വർദ്ധിച്ചു, സീദ വർദ്ധിക്കപ്പെട്ടു, കാല പറഞ്ഞു, കീല പറയപ്പെട്ടു. ഇതുപോലെ സംഭവം കിട്ടിയാൽ നമ്മൾ പഠിച്ച് വേറൊരു വാക്കുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കിയാണ്. സീദ കീല.
അപ്പോൾ സാദ കാല. അപ്പോൾ സീതയെ കീലയാക്കി ആക്കി നോക്കണം, എന്നിട്ട് കീലയെ കാലയാക്കി നോക്കണം, എന്നിട്ട് സീതയെ കാല പോലെ മാറ്റി നോക്കണം. അപ്പോൾ അതിന് ഒറിജിനൽ വാക്ക് കിട്ടും. ഫീഹി ഹംസത്തുൻ ഖബലൽ ഫാഇ. ഹംസത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ ശരിക്കും എന്താണ്? ഹംസത്തുൽ അലിഫ്. വസ്ലാണ്. അലിഫ് അലിഫ് നമ്മൾ പറയില്ല അതിന് കേട്ടോ. അലിഫ് യുസ്തഅമലു ലിൽ മദ്ദി ഫഖത്ത്. അലിഫ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? മദ്ദിൽ മാത്രം ഉപയോഗിക്കുന്നതാണ് അലിഫ്. അതേസമയം നമ്മൾ എഴുതുമ്പോൾ അലിഫ് എഴുതും, പക്ഷെ അത് പറയുന്നത് എന്താ? അതിൻ്റെ പേര് ഹംസത്തുൽ വസ്ൽ എന്നാണ് ഇതിന് പറയുന്നത്. ഇസ്തഗ്ഫറ നമ്മൾ പഠിച്ചില്ല, ഇൻകലബ, ഇൻകലബ, ഇസ്തഗ്ഫറ, വേറെ പഠിച്ചല്ലോ ഈ ഇതിൽ തുടങ്ങുന്ന ആ ക്രിയകളെല്ലാം എന്താണ്? അതേപോലെ ഇഫ്തഹ്, ഇഫ്തഹ് നമ്മൾ കൽപ്പന രൂപം ഇഫ്തഹ് ഇഫ്തഹു, അവിടെയൊക്കെ എന്താണ്? ഹംസത്തുൽ വസ്ലാണ്. സീദത്ത് ഫീഹി ഹംസത്തുൻ. ഹംസത്ത് നമ്മൾ പറഞ്ഞെങ്കിലും ഹംസത്തിൻ്റെ എന്ത് ഹംസത്താണത്? ഹംസത്തുൽ വസ്ലാണ്. സീദത്ത് ഫീഹി ഹംസത്തുൻ ഖബലൽ ഫാഇ യഅനി ഖബല ഫാഉൽ ഫഅലി. ഒന്നാമത്തെ അക്ഷരത്തിന് മുമ്പ് ഒരു അലിഫ്, ഒരു ഹംസത്തുൽ വസ്ൽ വർദ്ധിക്കും. വ ളുഇഫത്തിൽ ലാമു. ളുഇഫത്തിൽ ലാമു. ഇരട്ടിപ്പിക്കപ്പെടും. ഇത് നമ്മൾ ഇതിന് തുല്യമായ വാക്ക് ഖുർആനിലുണ്ട്. ലഅഫൈനി, ലഅഫുൻ ലഅഫൈനി, ആത്തിഹിം ലഅഫൈനി മിനൽ അദാബ്. അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ളുഇഫ ലഅഫ എന്ന് പറഞ്ഞാൽ ഇരട്ടിപ്പിച്ചു. ളുഇഫ ഇരട്ടിപ്പിക്കപ്പെട്ടു. അപ്പം സബ്ബഹയുടെ സുബ്ബിഹ രൂപം പഠിച്ചു. ളുഇഫത്തിൽ ലാമു, ലാമ് ഇരട്ടിക്കപ്പെടും. ഇപ്പം 2 അധിക അക്ഷരമാണുള്ളത്. ഒന്ന് ഹംസത്തുൽ വസ്ൽ തുടക്കത്തിൽ, 2 ലാമിനെ ഇരട്ടിക്കുക. ഫഅല, ലാം എന്ന് പറഞ്ഞാൽ യാനി ലാമുൽ ഫഅൽ, ക്രിയയുടെ 3-ാം അക്ഷരത്തിനാണ് ലാമുൽ ഫഅൽ എന്ന് പറയുന്നത്. യഅതി ഹാദൽ ബാബി, യഅതി ഹാദൽ ബാബു ഫിൽ അൽബാനി വൽ ഉയൂബി. ഐബ് എന്താ? ഡിഫക്റ്റ് അല്ല, കുറവ്, ഡിഫക്റ്റ്. ഐബിൻ്റെ ബഹുജനമാണ് അയൂബ്. അയൂബ് ഡോട്ടിട്ടാൽ അർത്ഥം മാറി കേട്ടോ, അത് ഹൊയ്യൂബാവും. അത് ഖൈബിൻ്റെ ബഹുജനം ഹൊയ്യൂബ്. ഇവിടെ ഐബിൻ്റെ ബഹുജനം അയ്യൂബ്. അപ്പോൾ ഡിഫക്റ്റുകൾക്കും പിന്നെന്താണ്? അൽവാൻ, കളേഴ്സിനുമാണ് ഈ ചാപ്റ്റർ, ഈ ഇനത്തിൽ വരുന്നത്. യഅതി ഹാദൽ ബാബു, ഈ ബാബ് കളേഴ്സിലും ഡിഫക്റ്റുകളിലും വരുന്നു. വമിൻഹ എന്താണ്? അൽവാൻ എന്താ? വഖ്തിലാഫു അൽവാനിക്കും അൽസിനത്തിക്കും അൽവാനിക്കും. അൽവാൻ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അൽവാൻ ലൗനിന്റെ ബഹുവചനം അൽവാൻ. വമിൻഹ ബാബു ഇഫ്ആല. വമിൻഹ എന്ന് പറഞ്ഞാൽ എന്താ? ഏതിൽപ്പെട്ടതാണ്? മിൻ അബ്വാബിൽ ഫഅൽ സുലാസിയിൽ മസീദി എന്ന് പറഞ്ഞില്ലേ, അതേപോലെ വമിൻഹ, വമിൻ ഫഅൽ സുലാസിയിൽ മസീദി, ആ സുലാസി മസീദിൽ പെട്ടതാണ്. അഥവാ 3+ പെട്ട മറ്റൊരു ഗ്രൂപ്പാണ് ഇഫ്ആല എന്നത്. ഇഫ്ആല സീദത്ത് ഫീഹി ഹംസത്തുൻ ഖബലൽ ഫാഇ. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഫാഉൽ ഫഅലിന് മുമ്പ് ഒരു ഹംസത്തുൽ വസ്ലുണ്ട്. വ അലിഫുൻ ബഅദൽ ഐനി, മിഡിൽ ലെറ്റർ. ഐനെന്ന് പറഞ്ഞാൽ മിഡിൽ ലെറ്റർ. മിഡിൽ ലെറ്ററിന് ശേഷം ഒരു അലിഫുണ്ട്. അവിടെ അലിഫ് എന്നാ പറയുക. കാരണം ശരിക്കും അത് എന്താണ്? മദ്ദാണ്, ഹറഫ് മദ്ദാണ്. പക്ഷെ മീനിങ് രണ്ടിട്ടും ഒന്നാണ് അല്ലേ? ഏത് അലിഫിന്റെയും പിന്നെ ഇഫ്ആല എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഫാലയിൽ കളിക്കല്ലേ, അത് ഉപയോഗിച്ച വാക്കിന്റെ അർത്ഥമാണ് നോക്കേണ്ടത്. നമ്മൾ അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം വരുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? നേരത്തെ തന്നെ ഫത്തഹ ബാബ് ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഫത്തഹ ബാബ്, ലറബ ബാബ് എന്നൊക്കെ വരുന്നു. വയത്തി ഫിൽ അൽവാൻ, അതെന്താണ്? കളേഴ്സിലാണ് അത് വരുന്നത്. അപ്പം നമ്മൾ
ഉയൂബ് അല്ല. വയഅതി ഫിൽ അൽവാൻ അത് കളേഴ്സിലാണ് വരുന്നത്, യൂബിലല്ല. യൂബിലില്ല, കളേഴ്സിലേ ഉള്ളൂ. ഓക്കെ. കളേഴ്സിലും ഡിഫക്റ്റ് അല്ലേ? ഇഫ്ആല വസിന് إفعال. ومنها باب الإفعال لا زيادة فيه همزة قبل الفاء وألف بعد العين وضعفت اللام. നേരത്തെ പറഞ്ഞ പോലെ ലാമുൽ ഫെയിൽ ഇരട്ടിക്കും, അവസാനത്തെ അക്ഷരം ഇരട്ടിക്കും. വയഅതി ഫിൽ അൽവാൻ അത് കളേഴ്സിലാണ് വരുന്നത്. ഇത്ര അതിനെക്കുറിച്ച് പഠിക്കാനുള്ളൂ. ഈ ഇഫ്ആലിനെ കുറിച്ച്. ഇസ്തഖ്രിജ് മിനൽ ദർസി. ഇസ്തഖ്റജ എന്താ അർത്ഥം? ഇസ്തഖ്റജ പുറത്തെടുക്കുക, പുറത്തെടുത്തു. ഖറജ പുറത്തു, ഇസ്തഖ്റജ പുറത്തെടുത്തു, പുറപ്പെടുവിച്ചു, അതൊക്കെ വരും. ഇസ്തഖ്റജ മിനൽ ദർസി. ഇസ്തഖ്റജ ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ ആ സംഭവത്തിൽ തന്നെ ഇസ്തഖ്റജ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ثم استخرجها من وعاء أخيه എന്നില്ലേ അവിടെ? قالوا ما تفقدون എന്ന് ചോദിച്ചില്ലേ? അതിൻ്റെ തുടർന്നുള്ള ആയത്തിലുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ثم استخرج, അപ്പോൾ പിന്നീട് എന്ത് ചെയ്തു? അതിനെ പുറത്തെടുത്തു. അപ്പോൾ അതേപോലെ ഇസ്തഖ്റജ പുറത്തെടുത്തു. ഇസ്തഖ്റജ എന്ന് പറഞ്ഞാൽ ടേക്ക് ഔട്ട്, പുറത്തെടുക്കൂ. മിനൽ ദർസി പാഠത്തിൽ നിന്നും അൽ വാരിദത മിൻ ഹാദീനിൽ ബാബിൽ. നമ്മൾ എന്തോ വർക്ക് തന്നായിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം? പറഞ്ഞില്ല. അൽ വാരിദത്തി മെൻഷൻഡ് ഫേലുകൾ മിൻ ഹാദീനിൽ ബാബേനി, ഈ രണ്ട് ബാബുകളിൽപ്പെട്ട. അപ്പോൾ എന്തൊക്കെയായിരുന്നു നമ്മളത്? അത് അടുത്ത് കണ്ടുപിടിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അത് നിങ്ങൾ കണ്ടുപിടിച്ച് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, പാഠപുസ്തകം വായിച്ചു നോക്കരുത്, പാഠത്തിൽ നിന്ന് നമ്മൾ കണ്ടെത്തണം. അതിൻ്റെ എന്ത് ചെയ്യരുത്, പിന്നെ ന്യൂ വേർഡ്സ് നോക്കരുതെന്ന് പറഞ്ഞായിരുന്നോ? പുതിയ പദങ്ങളിലേക്ക് നോക്കിയാൽ ആ പദാവണങ്ങൾ അവിടെ ഉണ്ടാവും. അതേസമയം നിങ്ങൾ പാഠത്തിൽ നിന്ന് എടുക്കണമെന്ന് പറഞ്ഞെന്നാണ് എൻ്റെ ഓർമ്മ. ശരി. തഅമ്മൽ മിസാൽ സുമ്മ ഹാത്തിൽ മുളാരി. ഉദാഹരണം ചിന്തിക്കുക, ശ്രദ്ധിച്ച് വായിക്കുക. സുമ്മ ഹാത്തിൽ മുളാരി, പിന്നീട് എന്ത് ചെയ്യണം? അതിൻ്റെ ഇംപെർഫെക്റ്റ് ടെൻസ് കൊണ്ടുവരിക, മുളാരി കൊണ്ടുവരിക. വൽ മസ്തറ, അതിൻ്റെ ഇൻഫിനിറ്റീവ് രൂപം കൊണ്ടുവരിക. വസ്മൽ ഫാഇൽ, ഇസ്മൽ ഫാഇൽ കൊണ്ടുവരിക. മിനൽ അഫ്ആലിൽ ആത്തിയ തുടർന്ന് വരുന്നത്. ഉദാഹരണം യഹ്മറ, യഹ്മറു, യഹ്മിറാറുൻ. മുഹ്മറുനാണ് എന്ത്? ഇസ്മൽ ഫാഇൽ. നമ്മൾ പറഞ്ഞായിരുന്നു അവസാനം ഷെദ് വരുന്നത് കൊണ്ട് ഇസ്മുൽ ഫാഇലും ഇസ്മുൽ മഫ്ഊലും ഒരേപോലെ ആയിരിക്കും. ഇവിടെ ഇസ്മുൽ മഫ്ഊല് പറഞ്ഞിട്ടില്ല, പ്രസക്തമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്മുൽ മഫ്ഊൽ എന്തല്ല? പ്രസക്തമാകുന്നില്ല. അതുകൊണ്ട് ഇസ്മുൽ മഫ്ഊൽ ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണ്? ഈ നമുക്കറിയാം മുസ്തഗ്ഫിറുൻ എന്നാണ് വരിക. അപ്പം അവസാനത്തെ അക്ഷരം, അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിനാണ് എന്ത് ചെയ്യുന്നത്? കെസ്ർ കൊടുത്താൽ കർത്താവാകും. മുസ്തഗ്ഫറുൻ അവസാനത്തിന് മുമ്പുള്ളതിന് ഫത്ത കൊടുത്താൽ ഒബ്ജക്റ്റ് ആകും, അതായത് ഇസ്മുൽ മഫ്ഊലാകും, കർമ്മത്തിൻ്റെ രൂപമാകും. അപ്പോൾ ഇവിടെ അവസാനത്തെ രണ്ടക്ഷരം ഒരുമിച്ച് കിടക്കുന്നതുകൊണ്ട് ആ അവസാനത്തെ അടയാളം മാത്രമേ കാണാൻ പറ്റുള്ളൂ. അവസാനത്തിൻ്റെ മുമ്പത്തെ അക്ഷരം എന്ന് പറഞ്ഞാൽ രണ്ടും, ഇപ്പം മുഹ്മറുൻ എന്ന് പറഞ്ഞാൽ അവസാനത്തെ മുമ്പത്തെ അക്ഷരം റായാണ്. അപ്പോൾ അവിടെ നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് എന്തായിരുന്നാലും ഇസ്മു മഫ്ഊൽ വന്നാലും ഇതേ രൂപം തന്നെയായിരിക്കും. അതിനാണ് നമ്മൾ ഇൻഷക്ക പറഞ്ഞത്. മുൻഷക്കുൻ എന്നാണ് നമ്മൾ പഠിച്ചത്. ഇൻഷക്കയുടെ കർത്താവിൻ്റെ രൂപവും കർമ്മത്തിൻ്റെ രൂപവും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു നോക്കണം. യഹ്മറ, യഹ്മറു, യഹ്മിറാറുൻ, മുഹ്മറുൻ. ഇസ്ഫറ, യസ്ഫറു, ഇസ്ഫിറാറുൻ, മുസ്ഫറുൻ. ഇബിയല്ല, യബ്യളു, ഇബീലാലുൻ.
ബിലാദുൻ ആ ഇബീദാദുൻ ബാബുൻ മുബിയദ്ദുൻ ഇബീദാദുൻ പിന്നെന്താണ് മുബിയദ്ദുൻ ആ ഇസ്വദ്ദ ഇസ്വദ്ദ യസ്വദ്ദു യസ്വദ്ദു ഇസ്വിദാദ് ഇസ്തിദാദുൻ ഇസ്തിദാദുൻ മുസ്വത്ത് മുസ്വദ്ദുൻ യഖ്ദറ യഖ്ലഖു യഹ്ലറു യഖ്ലിബാബുൻ മഖ്ദറുൻ പറയുമ്പോ ഖായില ഡോട്ടൊന്നും പോരുത് യഅവജ്ജ മുഅവജ്ജുൻ تأمل مثال ثم هات المضارع والمصدر واسم الفاعل من الفعلين اللاتين അടുത്ത ഗ്രൂപ്പിന്റെ അപ്പോൾ യസ്ഫാറ യസ്ഫാറു ഇസ്ഫിറാറുൻ ഇസ്ഫീറാറുൻ 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 മുസ്ഫാറുൻ ഇവിടെ ഇഹ്മിറാറുനാണ് ഇവിടെ ഒരു നീട്ടും കൂടെ ഉണ്ട് ഇസ്ഫീറാറുൻ കാരണം എന്താ ഇസ്ഫാറയാണ് ഒരു നീട്ടുള്ളതുകൊണ്ട് ഇസ്ഫാറ യസ്ഫാറു അപ്പോൾ യഹ്മറു യഹ്മറു എന്നുള്ള യസ്ഫാറു എന്നായി അപ്പോൾ ഇവിടെ എന്ത് വരും ഇഹ്മിറാറുൻ വരുന്നിടത്ത് യസ്ഫീറാറുൻ പിന്നെ മുഹ്മറുൻ വരുന്നിടത്ത് മുസ്ഫാറുൻ ആ ദീർഘം കൂട്ടിയാൽ മതി എല്ലാത്തിനും ദീർഘം കൂട്ടിയാൽ മതി യഹ്മറ എന്നുള്ളത് ഇസ്ഫാറ യഹ്മറു എന്നുള്ളത് യഹ്മാറു അല്ലെങ്കിൽ യസ്ഫാറു ഇഹ്മിറാറുൻ എന്നുള്ളത് യസ്ഫീറാറുൻ മുഹ്മറുൻ എന്നിടത്ത് മുസ്ഫാറുൻ ഒരു ദീർഘം കൂട്ടിയാൽ മതി അപ്പോൾ യഹ്മാറ ആ യഹ്മീറാറുൻ പിന്നെ മുഹ്മാറുൻ മുഹ്മാറുൻ ഇദ്ഹാമ ഇദ്ഹീമാമു ഇദ്ഹീമാമുൻ പിന്നെ മുദ്ഹാമുൻ മുദ്ഹാം എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ നിങ്ങൾ എവിടെ മുദ്ഹാമിൻ എവിടെ വായിച്ചിട്ടുണ്ട് എവിടെയും വായിച്ചിട്ടില്ല നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സൂറത്താ മുദ്ഹാമ്മത്താൻ മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് ഏജ് ഒന്നും ഒരു ഡിഫറൻസ് ഒരു ഹിൻഡ്രൻസ് അല്ല എനിക്കറിയില്ല കേട്ടോ നിങ്ങൾ പറയുന്നത് സ്വരം കേട്ടിട്ടാണ് ഞാൻ ഏജ് കണക്കാക്കുന്നത് വമിൻ ദൂനിഹിമ ജന്നതാനി فبأي آلاء ربكما تكذبان هامتان ഇദ്ഹാമിന്റെ അർത്ഥം എന്താണ്? എന്താണ് മുദ്ഹാമ്മത്താനിക്ക് എന്താ അർത്ഥം? സപ്പോർട്ട് ഇദ്ഹാമ ടു ബിക്കം ഡാർക്ക് ഗ്രീൻ കടും പച്ചയുള്ളത് മുദ്ഹാമ്മത്താൻ അവിടെ പച്ചയുണ്ട് കേട്ടാ ഇഹ്ലറുണ്ട് യഹ്ദാറുണ്ട് മീനിങ് ഒന്ന് തന്നെയാണ് രണ്ടും ഒരേ മീനിങ് ആണ്. അതെ അതെ അതാണ് നിങ്ങൾ നേരത്തെ ചോദിച്ചത് പറഞ്ഞു അല്ലേ? അതാ ഞാൻ പറഞ്ഞത്. അതെ, എപ്പോഴും എങ്ങനെ ആയിക്കണമെന്നില്ല, ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. ഇഫലക്ക് ഉയൂബ് ഉണ്ടാവില്ല എന്ന് പറയുന്നത്. ഏത്
ഇസ്ഫറയ്തു അയ്യൂബിൽ ആ ഇത് വരുന്നില്ല എന്ന്, ആ വസിന് വരുന്നില്ല, ഈ ഘടന ഡിഫക്റ്റുകളിൽ വരുന്നില്ല എന്ന്, കളേഴ്സിലാണ് വരുന്നത്. അത് ഈ രണ്ടും അതെ, അല്ല രണ്ടുമെന്നല്ല പറഞ്ഞത്. ഇഫല രണ്ടും വരും. ഇസ്വദ്ദൈന് ആകുമ്പോ അൽവാൻ മാത്രമേ ഉണ്ടാവൂ. ഇഹ്മറ അല്ല എന്താണ് ഇഫ് അല്ല വരുന്നതിന് രണ്ടും വരും, അഴിവജും വരും ലവനും വരും. ഇസ്ഫാറയിൽ ലവന് മാത്രമേ വരുന്നുള്ളൂ, അല്ലെങ്കിൽ ഈ ബിയാദയിൽ ഇഫ് ആലയിൽ ലവന് മാത്രമേ വരുന്നുള്ളൂ. ഉദ്കുർ ബാബ കുല്ലി ഫെയിലും മിമ്മ യഅതി ഇസ്വദ്ദ. അപ്പം നമ്മൾ ഫെയിലിൻ്റെ ഫാല ഉപയോഗിച്ചിട്ട് പറയണം. ഇസ്വദ്ദ ഏത് ഗ്രൂപ്പാണ്? ഇസ്വദ്ദ ഏത് ഗ്രൂപ്പ്? ഇഫ് അല്ല ഗ്രൂപ്പ്. ഇഫഅല്ല ഇസ്തദ്ദ അത് തന്നെ. ഇഫ് അല്ല. ഇഹ്മാറ ഇഫഅല ഇത് ഹാമ. ഇഫഅല ഇബിയദ്ദ ഇഫഅല നീട്ടാതെ പറയും. ഇഫല ഇഷ്തഖ. ഇഫഅല അതെ, ഈ ലവനുകൾ മാത്രമല്ലാതെയും വരും കേട്ടോ. അതിനുള്ള ഉദാഹരണമാണ് പറഞ്ഞത്. ഇഷ്തദ്ദ. ഈ നിറങ്ങൾ അതിൽപ്പെട്ടതാണ്, അഴിബജികൾ അതിൽപ്പെട്ടതാണ് എന്നേ അർത്ഥമുള്ളൂ. ഓക്കെ, പിന്നെന്താ? ഇത് ഹാമ പറഞ്ഞു, ഇബിയദ്ദ പറഞ്ഞു, ഇഷ്തഖ പറഞ്ഞു, ഇൻഷക്ക. ഇഫഅല ആ ഇഫഅല ഇൻഫദ്ദ അല്ല ഇഫ്അല്ല. വച്ച ഇഫഅല ഇൻഷക്ക എഴുതപ്പെട്ടതാണ്. ഇഫഅല്ല ഇഫഅല ഇഫഅല എങ്ങനെ? ഇൻഫഅല ഇൻഫഅല കളറല്ലല്ലോ. ഇൻഫഅല ഇബിയദ്ദ ഇഷ്തഖ. അപ്പൊ ഇഷ്തഖ എഴുതപ്പെട്ടതാ. ഇഫഅലല്ലേ? ഈ ഇഷ്തഖ എവിടെ ഉള്ളതാ? ഇൻഫഅലല്ലേ? ഇഖ്തലഫ ഹംസും തായും ഉള്ളതാണ്. ഏത്? ഇഷ്തഖ ഷക്ക യശുക്കുവാണത്, വിളർന്നു. അപ്പൊ എന്താന്നു? ഹംസത്തുൽ വസ്ലും ഇടയിൽ തായും വന്നു. ഇൻഷക്കയില് ഇൻഫഅല. ഇൻഫദ്ദ ഇൻഫഅല ഗ്രൂപ്പ്. ഫദ്ദയാണ് അതിൻ്റെ ഒറിജിനല്. ഇൻഫഅല. ഇവജ്ജാണെങ്കിലോ അപ്പൊ ഇഫ്അല്ലയാണ്. കാരണം ഇവജ്ജാണ് അവിടെ ഉള്ളത്. ഇവജ്ജാണ് മൂന്നക്ഷരം. ഇവജ്ജ. ഇൻഫദ്ദ അർത്ഥം എന്താണ്? ഇൻഫദ്ദ എന്താ? ഇൻഫദ്ദ എവിടെയാണ് നമ്മൾ വായിച്ചത്? ഇൻഫദ്ദ നമ്മൾ ആ വാക്കിനെ ഖുറാനിലേക്ക് മടക്കിയാൽ പെട്ടെന്ന് അർത്ഥം കിട്ടും. അത് തന്നെ. ഡോക്ടർ അവിടെ ഉണ്ടല്ലേ? ജുമാലിൽ പറഞ്ഞല്ലോ, സൂറത്ത് ജുമാലിൽ ഇൻഫദ്ദു. എന്താ ആയത്ത് പറയൂ ഡോക്ടറെ? فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله. പിന്നെ അതല്ല, തിജാറത്തും കണ്ടാലാണ്, കച്ചവടവും ഇത് കണ്ടാൽ അവർ പിരിഞ്ഞു പോകുന്ന പറഞ്ഞത്. കച്ചവടവും വിനോദമൊക്കെ കണ്ടാൽ എന്ത് ചെയ്യും?
അവർ പിരിഞ്ഞു പോകും. ഇൻഫദ്ദ പിരിഞ്ഞു പോയി. നേരത്തെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇൻഫദ്ദ ഇല്ല. ഇൻഫദ്ദ ഇൻഫദ്ദ വന്നെന്നതിൻ്റെ ഓർമ്മ. ഇവിടെ പുതിയ വാക്കുകൾ കൊടുത്തിട്ടില്ല. ഇൻഫദ്ദ. അപ്പോൾ എഴവജ്ജ എന്താണ്? ഇഫ് അല്ല ഗ്രൂപ്പ്. തഅമ്മൽ അംസിലത്തുൽ ആതിയതി ബാബി ഇഫ് അല്ല. ഇഫ് അല്ലയുടെ മറ്റു ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. തഅമ്മൽ അംസിലത്തുൽ ആതിയ ലിബാബി ഇഫ് അല്ല. ഇഖ്തറഖൽ ഖശബു വസ്വദ്ദ. അപ്പം നമുക്ക് അതിൻ്റെ അർത്ഥം കറക്റ്റായിട്ട് മനസ്സിലാവും. ഇഖ്തറഖ നമ്മൾ പഠിച്ചായിരുന്നോ? ഇല്ല. അൽബക്കറ പഠിച്ചായിരുന്നു നിങ്ങൾ? അതെ. നിങ്ങൾ ഇഷ്ടമായ ലഹു ജന്നത്തും മിൻ നഖീൽ നാബിൻ ആ ആയത്തിൻ്റെ അവസാനമുണ്ടല്ലോ. ഏതെങ്കിലും ഷേഖിന് ആയത്ത് ഓർമ്മയുണ്ടെങ്കിൽ പറയും. ഫഹ്തറഖത്ത്. നിങ്ങൾക്ക് 2 തോട്ടങ്ങൾ ഉണ്ടാകുന്ന അവസാനം എന്തായും? അത് കത്തിക്കരിഞ്ഞു പോകുന്നതിനെ ഇഷ്ടപ്പെടുന്നു ചോദിച്ചല്ലേ? അൽ കഹ്ഫിലാണോ ഇഹ്തറഖത്തുള്ളത്? അയവദ്ദു അഹദുക്കും അൻ തകൂന ലഹു ജന്നത്തും മിൻ നഖീലിൻ. ബാക്കി അറിയാമോ? അതിലുണ്ട്, ആയത്തിലുണ്ട്. ആയത്ത് ഇങ്ങനെ തെറ്റിച്ചു പോകാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതിലുണ്ട് ഇഹ്തറഖത്ത്, അത് കരിഞ്ഞു പോയി. ഇഹ്തറഖൽ ഖശബു. ഖശബ് എന്താ? ഇഹ്തറഖ ഇവിടെ എഴുതിയിട്ടുണ്ട്. പുതിയ വാക്കുകൾ ടു ബേൺ. ഞാൻ പറഞ്ഞു, നമ്മൾ ഖുർആനിൽ നിങ്ങൾ അൽബക്കറ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിലുണ്ടാവും എന്നാണ് പറഞ്ഞത്. ഇഹ്തറഖ അൽ ഖശബു. ആയത്ത് എന്താ? അത് നിങ്ങൾ കണ്ടുപിടിച്ചാൽ, നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാണ്. ഇപ്പം ക്ലാസ് നടക്കുന്നത് സെർച്ച് ചെയ്യരുത് കേട്ടാ. വുഡ് ടിമ്പർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഏത് മീനിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. മീനിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇഹ്തറഖ. ഖശബ് എന്താണ്? വിറക്, ഖശബ് ടിമ്പർ. വുഡ്, ടിമ്പർ, തടി, മരം എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ ഖശബ് വരും. മരക്കഷ്ണം എന്ന അർത്ഥത്തിലാണ് ഖശബ് വരുന്നത്. അതിന് പിന്നെ എന്ത് വരാം, നമ്മൾ വിറകുമാകാം. ഇഖ്തറഖൽ ഖശബു, മരം കത്തി അല്ലെങ്കിൽ വിറക് കത്തി. വസ്വദ്ദ എന്തായി? കറുത്തു. ഡാർക്കായി. അതെ, അത് കറുത്തു, കത്തിക്കരിഞ്ഞു. കത്തിക്കരിഞ്ഞു നമ്മൾ പറയുള്ളൂ. അതേപോലെ കത്തിക്കറുത്തു. ഗസൽതു സൗബ അൽ വസിഖ. വസിഖ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചെന്ന് തോന്നുന്നു അല്ലേ? എന്താണ് വസിഖ്? ഡേർട്ടി ആയിട്ടുള്ള. ഡേർട്ടി. ഗസൽതു സൗബൽ വസിഖ ബിസ്സാബൂനി. അപ്പൊ എന്തായി? അത് വെളുത്തു. അസാലിസ് قد اصفرت أسنانك يا بني. اصفرت أسنانك. എന്താ ഇതിന്റെ പല്ല് മഞ്ഞളിച്ചു. യാ ബുനയ്യ അലാ തസ്താക്കു. മിസ്വാക്ക് ചെയ്യുന്നില്ലേ എന്ന്. അലാ തസ്താക്കു. ഇസ്താക്കു സിവാക്ക് ചെയ്യുന്നില്ലെന്ന്. അമ്മൻ സിവാക്ക് എന്നുള്ള അർത്ഥത്തിൽ അത് ശിവ എന്ന് പറഞ്ഞാൽ കൂടാതെ എന്നുള്ള അർത്ഥമുണ്ട്. ശിവ കൂടാതെ. അമ്മൻ സിവാക്ക്. അമ്മൻ സിവാക്ക് എന്ന് എവിടെ കിട്ടിയത്? അല്ലല്ല, അത് സിവാക്ക് എന്നുള്ള വാക്ക് ഖുർആനിലുണ്ടെന്നുള്ള ഓർമ്മയില്ല. സിവാക്ക, അമ്മൻ. എന്തായാലും ശിവ എന്ന് പറഞ്ഞാൽ കൂടാതെ എന്നുള്ള അർത്ഥമുണ്ട്. അത് ശിവായാണ്. ഇതെന്താണ്? ഇസ്താക്ക യസ്താക്കു എന്നാണ്.
ഇസ്താക്ക ഇസ്താക്കു. മുസ്താഖി അല്ലേ? സിവാക്ക് ചെയ്യുക. സിവാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ മിസ്വാക്കില്ലേ, മിസ്വാക്ക് എന്താ? മിസ്വാക്ക് അത് ചെയ്യാൻ ബ്രഷ് ഉപയോഗിക്കുന്ന ഉപകരണം. മീമ്. ബ്രഷ് പോലത്തെ ഇസ്മുൽ ആലത്ത്, ഇസ്മുൽ ആലത്താണ് മിസ് വാക്ക്. സിവാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന വടി, കമ്പ് എന്തായിരുന്നു ഉപകരണം. ഇസ്താക്ക എന്ന് പറഞ്ഞാൽ അത് ചെയ്തു, ടു ക്ലീൻ ദ ടീത്ത്. അലാ തസ്താക്കു, നീ പല്ല് തേക്കുന്നില്ലേ എന്ന്. റാബിയ. അപ്പൊ ഇവിടെ കറിസ്ഫറത്ത് അസ്നാനുക്ക, നിന്റെ പല്ല് മഞ്ഞളിച്ചു, പല്ലുകൾ. സിന്നുൻ അസ്നാനുൻ. الرابع تخضر الأشجار في الربيع. فالربيع എന്ത് ചെയ്യും? تخضر الأشجار. ഗ്രീൻ കളർ ചെയ്യുമ്പോൾ മരങ്ങളെല്ലാം പച്ച കളർ ചെയ്യുമ്പോൾ പച്ച കളറാവും. റബീഅ്, വസന്തകാലം. നേരത്തെ കാലങ്ങളൊക്കെ പഠിച്ചായിരുന്നല്ലോ. റബീഹ്, സിത്താറ്. സ്പ്രിംഗ് സീസൺ ആകുമ്പോൾ എന്താവും? ഇത് മരങ്ങളെല്ലാം പച്ച നിറമാകും. തഖ്ദറു. ഇഖ്ദറ. അൽ-ഖാമിസ്. ഇഖ്ദറ ഖുർആനിലുണ്ടെന്ന് എൻ്റെ ഓർമ്മ. അൽ-ഖാമിസ് ഇസ്ഫറ വജ്ഹുഹു മിനൽ ഖൗഫി. പേടി കൊണ്ട് എന്തായി? മുഖം മഞ്ഞളിച്ചു. ഗളിബൽ മുദർരിസു ഫഹ്മറത്ത് വജ്നതാഹു. വജ്നത്ത് എന്താ? കവിള്. കവിൾ ചീക്ക്. കവിളിന്റെ ഉയർന്ന ഭാഗത്തിനാണ് പ്രത്യേകിച്ച് ഇത് പറയുന്നത്. എസ്പെഷ്യലി ഇത് റൈസ്ഡ് പാർട്ട്. വജ്നത്തുൻ. വജ്ഹുൻ എന്ന് പറഞ്ഞാൽ മുഖം, വജ്നത്ത് എന്ന് പറഞ്ഞാൽ മുഖത്തെ ഈ ഭാഗം. ഈ ഭാഗത്തിനാണ് ചീക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ഉയർന്ന ഭാഗത്തിനാണ്, എസ്പെഷ്യലി ഈ ഭാഗത്തിനാണ്, അത് സൂക്ഷ്മമായി പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്നത്. വഹ്മറത്ത് വജ്നതാഹു, അവന്റെ കവിൾ ചുവന്ന് തുടുത്തു. ഗളിബൽ മുദർരിസു. അസ്സാബിഅ ഇഖ്ലി ഹാദിഹി സമക്കത ഹത്താ തഹ്മറ. ഇഖ്ലി എന്ത് ചെയ്യണം? കലാ ഇഖ്ലി. സമക്കിന് എന്താ ചെയ്യുന്നത് നമ്മള്? നമുക്ക് കറി വെക്കുന്നതാണോ പൊരിക്കുന്നതാണോ ഇഷ്ടം? വറക്കുന്നതാണ് ഇഷ്ടം. അപ്പൊ ഇക്കലി എന്നാ വറുക്കോ, ഫ്രൈ ആക്കൂ. ഇക്കലി ഹാദിഹി സമക്കത്ത, ഈ ഫിഷിനെ എന്ത് ചെയ്യാ? സമക്കത്ത് വരെ. ഹത്താ തഹ്മറു, അത് ചുമക്കുന്നത് വരെ. ഇഹ്മറ, അത് കരിയുന്നത് വരെ വറുക്കരുതെന്ന്. അത് ഫ്രൈ ആക്കണം, പക്ഷെ കരിയാൻ പാടില്ല. തഹ്മറു, ചുമക്കുന്നത് വരെ ആകണം. അഖ്രിജ്ഹ മിനൽ മിഖ്ലാത്തി. അപ്പോ കലായക്കലി എന്ന് പറഞ്ഞതിന്റെ ഉപകരണമാണ് മിഖ്ലാത്ത്. എന്തായിരിക്കും മിഖ്ലാത്ത്? ഫ്രൈങ് പാനാ? ഫ്രൈ പാൻ. ഏതാണ്? അത് മില്ലാത്തല്ലേ? കലായക്കലി. മിഖ്ലാത്ത്. മിക്വാത്ത് നമ്മൾ പഠിച്ചില്ലേ? കവായക്വി മിക്വ പഠിച്ചിരുന്നു. അയൺ ബോക്സ്.
തേക്കുന്നതുണ്ട്, ചൂടാക്കുന്നതുണ്ട്, മീലാഖാത്തും അല്ല, പഠിച്ചിട്ടുണ്ടാവും. നേരെ ആക്കുന്നതുണ്ട്. മിലാക്കത്ത് കോരിയെടുക്കുന്നതാണ്. ഉം. മിക്കലാത്ത്. മെക്കലാത്ത് ഫ്രൈക്ക ഫ്രൈ പാനിൽ എന്ത് ചെയ്യുക? അതുകൊണ്ട് നമ്മളെ സദ്യക്ക് മറന്നു വരുത് കേട്ടോ. യഹ്മറ തഹ്മറു, അത് ചുമക്കുന്നത് വരെ അത് ചെയ്യണം. പിന്നെന്താണ്? വഖ്രിജ്ഹ മിനൽ മിഖലാത്തി ഫൗറ ഇഹ്മിറാറിഹ. ഫൗർ എന്താ? കോരിയെടുക്കൽ. ഇമ്മീഡിയറ്റ്ലി, വേഗത്തിൽ. അറ്റ് വൺസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇൻസ്റ്റന്റ്ലി ഓർ അറ്റ് വൺസ്. ഫൗറ നമ്മൾ ഈ നോട്ടീസിലൊക്കെ കാണുമ്പോൾ ഏത് കഴിഞ്ഞ ഉടനെ, ആഫ്റ്റർ യു ഹാവ് ഇമ്മീഡിയറ്റ്ലി യു ഹാവ് റിസീവ്ഡ് ഇറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ അവരെന്ത് ചെയ്യും? ഫൗറ എന്നാണ് ഉപയോഗിക്കുന്നത്. ഒരു സംഭവത്തിൻ്റെ അത് കഴിഞ്ഞ ഉടനെ നമ്മൾ പറയുമല്ലോ, അവിടെ ഫൗറ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അതാണ് ഫൗറ ഇഹ്മിറാരിഹ. അപ്പൊ ഇഹ്മിറാർ, റെഡ്നെസ് അത് ചുമന്ന ഉടനെ എന്ത് ചെയ്യണം? മസ്തർ കോരിയെടുക്കൽ. ഇഹ്മറയുടെ ഇഹ്മറയുടെ പിന്നെ എന്തായി ക്രിയാതായി ഫൗറ ഇഹ്മിറാർ. ഇഹ്മിറാരിഹ. അൽ മിൻജലു ഇസ്തിഖാമത്തുഹു ഫി ഇഅ്വിജാജിഹി. അൽ മിൻജൽ എന്താ? ഇവിടെ കൊടുത്തിട്ടുണ്ട്. അരിയുന്ന സാധനം, അരിവാള്. ഇസ്തിഖാമത്തുഹു, ഇസ്തിഖാമത്ത് എന്താ? ഉറച്ചു നിൽക്കൽ. ഫസ്തഖിം വജ്ഹക. ഇസ്തിഖാമത്ത് ഏതുണ്ടല്ലേ സൂറത്തു ഇതിലാണ്. മിൻജൽ ഇസ്തിഖാമത്തുഹു, അതിൻ്റെ നിലനിൽപ്പ് എന്താണ്? ഫി ഇഅ്വിജാജിഹി, അതിൻ്റെ വളവിലാണ്. ഇവിടെ അർത്ഥം ഡിഫക്റ്റ് എന്നല്ല, ഇഅ്വിജാജ് അതിൻ്റെ വളവ്, അതിൻ്റെ വളവിലാണ് അതിൻ്റെ നിലനിൽപ്പ്. വളഞ്ഞാലാണത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുക. ഫി ഇഅ്വിജാജിഹി. അപ്പം ഇഅ്വജ്ജയുടെ ക്രിയാതാതു ഇഅ്വിജാജ്. അത്താസി ഫിൽ ഹദീസി അശ്ശരീഫ്, ഹദീസിലുണ്ട് ഇന്ന അവ്വല വഖത്തി സ്വലാത്തുൽ അസ്രി, സ്വലാത്തുൽ അസ്റിൻ്റെ സമയം ഹീന യദ്ഖുലു വഖ്തുഹ, അതിൻ്റെ സമയം ആരംഭിക്കുന്നത് അസാൻ മുതലാണ്. പോകുമ്പോൾ. ആരംഭിക്കുന്നിടത്താണ് ഹീന യദ്ഖുലു വഖ്തുഹ. വ ഇന്ന ആഖിറു വഖ്തിഹ, സ്വലാത്തുൽ അസ്റിൻ്റെ അവസാന സമയം എന്ന് പറയുന്നത് ഹീന തസ്ഫറു ശംസു, അതിൻ്റെ യെല്ലോ കളർ. സൂര്യൻ മഞ്ഞളിക്കുന്ന സമയത്താണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട സമയം എന്നർത്ഥം കേട്ടോ. അതിൻ്റെ പ്രധാനപ്പെട്ട സമയമാണ്. പിന്നെ അതുവരെ ഉണ്ട്, മഗ്രിബ് വരെ അതിൻ്റെ ജായിസായ സമയമുണ്ട്. ഹീന തസ്ഫറു. ഹീന തസ്ഫറു, ഹീന എന്താണ്? വൈൽ, ഡ്യൂറിങ് എന്നർത്ഥം. ആ സന്ദർഭം ഹീന. അതിൻ്റെ കൂടെ അൽ ചേർത്താൽ എന്തായി? അൽ ഹീൻ എന്ന് പറഞ്ഞാൽ നൗ. നൗ. عن علي رضي الله عنه كنا إذا احمر البأس اتقينا برسول الله. احمر البأس أي اشتد الحرب. ബഅസ് അറിയാമല്ലോ, ബഅസ് പ്രയാസം, ക്ലേശം എന്ന അർത്ഥം ഉണ്ടാവും. അതേപോലെ സിവിയർ സിറ്റുവേഷൻ എന്ന അർത്ഥത്തിൽ യുദ്ധത്തിൻ്റെ സമയത്തെയും ഉപയോഗിക്കും. അപ്പം അതിനാണ് ഇഹ്മറൽ ബഅസു എന്ന് പറഞ്ഞാൽ അതായത് ഇഷ്തദ്ദൽ ഹർബു, യുദ്ധം വർദ്ധിച്ചു. ഇപ്പം എന്ത് ചെയ്യും? ഇത്തഖൈന ബിറസൂലില്ലാ.
ഇഹ്മറൽ സൂക്ഷിക്കും. നമ്മൾ എന്ത് ചെയ്യും? ആ, റസൂലിനെ സൂക്ഷിക്കും. ഇത്തക്ക എത്തക്കി ഇത്തക്കൈന ബി റസൂലില്ല. ഇഹ്മറൽ ബഅ്സു എന്താണ് പറഞ്ഞത്? ഇഹ്മറൽ ബഅ്സു എന്ന് പറഞ്ഞാൽ അതായത് ഇസ്തദ്ദൽ ഹർബു. ഹർബ് എന്ന് പറഞ്ഞാൽ വാർ, യുദ്ധം. യുദ്ധം. ഉം, ഉം. പ്രയാസം തോന്നുന്നുള്ള അതിന് ഇവിടെ അർത്ഥം എഴുതിയിട്ടുണ്ട്. ബഅസ് എന്ന് പറഞ്ഞാൽ ഹാം, ഹർട്ട്, സ്ട്രെങ്ത്, മൈറ്റ് എന്നൊക്കെ ഉണ്ട്. അതിൻ്റെ എന്താണ്, അതിൻ്റെ ഒരു ഉപയോഗമാണ് വാർ എന്നതും. അല്ലദീന ഫിൽ ബഅസാഇ അല്ലദീന യുൻഫിഖൂന അംവാലഹും പറഞ്ഞിട്ടില്ലേ, ഫിൽ ബഅസാഇ വദ്ദറാഇ വഹീനൽ ബഅസ്. അപ്പൊ കാഠിന്യം, ക്ലേശം എന്നൊക്കെ ഉള്ളതോടൊപ്പം അതിനെന്തുണ്ട്? ബഅസ്, വാർ എന്നും അർത്ഥമുണ്ട്. ഇഹ്മറൽ ബഅസു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇസ്തദ്ദൽ ഹർബു എന്നാണ്. ലാബേഴ്സ് എന്നല്ലോ. പക്ഷെ ലാബാസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുഴപ്പമില്ല, പ്രശ്നമില്ല. ലാബാസ് എന്ന് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഓക്കെ. ഇറ്റ്സ് ഓക്കെ എന്ന അർത്ഥത്തിൽ. ഡോണ്ട് വറി. ഡോണ്ട് വറി. അല്ല, ഞാൻ വിചാരിച്ചു ലാബാസ് തൊഹൂർ ഇൻഷാ അല്ലാഹ് എന്ന് വേറെ ഹദീസുണ്ട്. ദുആ ഇയാദത്തുൽ മരീദ്, രോഗിയെ സന്ദർശിക്കുമ്പോൾ പറയേണ്ട പ്രാർത്ഥനയിൽ പെട്ടതാണ് ലാബാസ് തൊഹൂർ ഇൻഷാ അല്ലാഹ്. അയാൾ ആശ്വസിപ്പിക്കേണ്ടത് കുഴപ്പമില്ല, ശരിയായി. അതെ, നമ്മളെ ഇംഗ്ലീഷ് ഡോക്ടർമാരാണെങ്കിൽ പറയുക ഇത് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല, ഉടനെ തന്നെ നിങ്ങൾ പ്രശ്നം ഉണ്ടാകുമെന്ന്. എനിക്ക് ഡോക്ടർ പറയേണ്ടത്, ഡോക്ടറും സന്ദർശിക്കുന്ന ആളും പറയേണ്ടത് ലാബാസ് തൊഹൂർ ഇൻഷാ അല്ലാഹ്, ശരിയായിക്കോളും, ഡോണ്ട് വറി എന്നാ പറയേണ്ടത്. ആൾക്കാര് കേസ് കൊടുക്കും, അതാ കുഴപ്പം. ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നല്ലേ? റസൂൽ പഠിപ്പിക്കാൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആൾക്കാർക്ക് അത് പ്രശ്നമല്ല. പ്രശ്നമില്ല. നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ആശ്വാസവചനങ്ങളാണ് കൊടുക്കേണ്ടത്. പോസിറ്റീവ് എനർജി കൊടുക്കണം, നെഗറ്റീവ് എനർജി അല്ല കൊടുക്കേണ്ടത്. ആശ്വാസവചനങ്ങളാണ് ചെയ്യേണ്ടത്. ഞാൻ ഇന്നലെ ഒരു പേഷ്യൻറ്റിനെ വിസിറ്റ് ചെയ്യാൻ പോയി. പേഷ്യൻ്റ് സ്ലീപ്പിങ്ങിലാണ്. അപ്പം ഞാൻ പറഞ്ഞു വിളിക്കണ്ട, അദ്ദേഹം ഉണരുമ്പോഴത്തേക്ക് നമ്മളിവിടെ 5 ആൾക്കാർ എന്തായാലും ഇരിക്കുമല്ലോ, കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് അയാൾ ഉണരുകയാണെങ്കിൽ വിളിച്ചാൽ മതി. അത് ഞങ്ങൾ 3-4 പേരുണ്ട്. ഞങ്ങളവിടെ ഇരിക്കുമ്പോൾ അടുത്തൊരു ഫാമിലി വന്ന്, അവർ പെട്ടെന്ന് ഇടിച്ചു കയറി ഞങ്ങൾ അദ്ദേഹത്തെ പോയി വിളിച്ച് കളിക്കേണ്ടതെന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ പേഷ്യൻസിന് എന്താണ്, അവർക്ക് പേഷ്യൻസ് കൊടുക്കണം, സമാധാനം കൊടുക്കണം, അതേപോലെ അവർക്ക് ആശ്വാസം കൊടുക്കണം. അതാണ് നമ്മൾ പഠിപ്പിച്ചത്. ലാ ബഅസ് തൊഹൂറിൻ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്, ദൈവകൃപയുണ്ടെങ്കിൽ മാത്രമേ അത് മാറുള്ളൂ. എല്ലാം നമ്മളെ ബിയോണ്ട് അവർ കൺട്രോൾ. എവറിഥിങ് ഈസ് ബിയോണ്ട് അവർ കൺട്രോൾ, ബിയോണ്ട് യുവർ കൺട്രോൾ ആൻഡ് മൈ കൺട്രോൾ. പേഷ്യൻ്റെ കൺട്രോളിനും അല്ല, ഡോക്ടറിൻ്റെ കൺട്രോളിനും അല്ല. എവറിഥിങ് ഈസ് അണ്ടർ ദയർ കൺട്രോൾ, അണ്ടർ ഹിസ് കൺട്രോൾ. മുകളിലിരിക്കുന്നവൻ്റെ കൺട്രോളിലാണുള്ളത്. എനിവേ, അത് ഒരുപാട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഡോക്ടർ കുറച്ച് മണിയായി ഉസ്താദ്. എന്താണ് 8 മണിയായി. 8 മണിയായാ? നിങ്ങളെ വാച്ച് 5 മിനിറ്റ് നേരത്തെ വെച്ചിരിക്കുകയായിരിക്കും. 4 മിനിറ്റ്. ഓക്കെ, നമുക്ക് നിർത്താം. ഇൻഷാ അല്ലാഹ്. ഇത് 7ാമത്തെ തുടങ്ങുകയാണല്ലോ. അസാബിയൻ, ഈ പേജ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അറാക്ക ലഈഫൻ. വീക്കായി കണ്ടു ഞാൻ. വീക്കായി. ലുക്സ് ലൈക്ക് വീക്ക്. അപ്പൊ എന്താണ് അറാവുണ്ട്? എന്താ ഉപയോഗിച്ചത്? എന്താ മനസ്സിലാക്കി നിങ്ങള്? അറാക്ക, ഞാൻ നിങ്ങളെ ആ. വീക്കായി കണ്ടു. അതെ. അപ്പൊ റഅയ്ക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ റഅയ്ക്ക് 2 അർത്ഥമുണ്ട്. എന്താണ്? ഒന്ന് കണ്ണുകൊണ്ടുള്ള കാഴ്ചയും പിന്നെ മനസ്സുകൊണ്ടുള്ള കാഴ്ചയും. അപ്പൊ റഅ ഹാദിഹി ബിമഅന അലീമ. അപ്പൊ അലീമയുടെ അർത്ഥത്തിൽ റഅ വന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു എന്ന അർത്ഥത്തിലാണ് വന്നത്. അത് ഞാൻ അറിയുന്നു. റഅ ഹാദിഹി ബിമഅന റഅ ഹാദിഹി, ഇവിടെ വന്നിരിക്കുന്ന റഅ എന്നത് ബിമഅന അലിമ, അലിമയുടെ അർത്ഥത്തിലാണ്. വതുസമ്മ റഅൽ ഖൽബിയ്യത. ഇതിനെന്ത് പേര് പറയും?
ഹൃദയം കൊണ്ടുള്ള കാഴ്ച എന്ന് പറയും. റഅൽ ഖൽബിയ്യത്ത്. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞല്ലോ റഅയൽ ഐൻ എന്ന് പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ കണ്ണ് കൊണ്ട് കണ്ടു, എൻ്റെ കണ്ണ് ദൃഷ്ടി കൊണ്ട് കണ്ടാണെന്ന് പറയുമല്ലോ. ആ കാഴ്ചയല്ല ഇവിടെ. എന്താണ് ഇവിടെ? റഅൽ ഖൽബിയ്യത്ത, ഹൃദയം കൊണ്ടുള്ള കാഴ്ച. അപ്പൊ റഅൽ ഖൽബിയ്യത്ത് വന്നാൽ എന്ത് ചെയ്യും? തൻസിബു റഅൽ ഖൽബിയ്യത്തു മഫ്ഊലൈൻ, രണ്ട് മഫ്ഊൽ ഉണ്ടാകും അതിന്. ആ രണ്ട് മഫ്ഊലിനും എന്ത് ചെയ്യും? നസ്ബ് ചെയ്യും. അസ്ലുഹുമാ മുബ്തദഉൻ വ ഖബറുൻ. അത് യഥാർത്ഥത്തിൽ എന്താണ്? നോമിനൽ സെന്റൻസ് ആയിരിക്കും. ഈ റഅ കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് എന്തായിരിക്കും? നോമിനൽ സെന്റൻസ് ആയിരിക്കും. ആ നോമിനൽ സെന്റൻസിലാണ് ഇത് റഅ കടന്നു വരുന്നത്. പിന്നെ എന്താവും? അതിന് പിന്നെ അതിൻ്റെ മുബ്തദയും ഖബറിനെയും എന്ത് ചെയ്യും? രണ്ടിനെയും നസ്ബ് ചെയ്യും. രണ്ടിനെയും നസ്ബ് ചെയ്യും. അതായത് റഅ മാറ്റിയിട്ട് നമ്മൾ നോക്കണം. അപ്പോൾ എന്താ? റഅക ദഈഫൻ എന്ന് പറഞ്ഞാൽ ഇന്നക ദഈഫൻ എന്ന് പറയുന്ന പോലെയാണ്, അല്ലെങ്കിൽ അൻത ദഈഫ് എന്ന് പറയുന്നത് പോലെയാണ്. അൻത ദഈഫൻ എന്ന് പറയുന്ന പോലെയാണ്. പിന്നെ അതിന് എന്തായി? റഅ ചേർന്നപ്പോൾ എന്തായി? റഅക, റഅ അൻത എന്ന് പറയാൻ പറ്റില്ല, റഅക ദഈഫൻ. അപ്പം മിസ്ൽ ലന്ന പോലെ തന്നെയാണത്. ലന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? കരുതലാണ്, അത് മനസ്സിലുള്ള സംഭവമാണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് അൻത ദഈഫൻ. അൻത ദഈഫിനെയാണ് എന്ത് ചെയ്തത്? അറാക ദഈഫൻ എന്നാക്കിയത്. അഫി തൻസീൽ ഇന്നഹും യറൗനഹു ബഈദ വനറാഹു ഖരീബ. ഇത് ശരിക്കും മനസ്സിലായില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഈ ബഈദൻ എന്തുകൊണ്ട് പിന്നെ നസ്ബ് വന്നു, ഖരീബിന് എന്തുകൊണ്ട് നസ്ബ് വന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ചിലപ്പം പറയും, വേറെ വല്ലതൊക്കെ പറയും. എന്താണ് ശരിക്കും? യറൗന അവിടെ എന്താണ്? റഅൽ ഖൽബാണ്, ഖൽബിയ്യത്താണ്, ഹൃദയം കൊണ്ടുള്ള കാഴ്ചയാണ്. അതുകൊണ്ട് എന്ന് പറഞ്ഞു ഇന്നഹും, തീർച്ചയായും അവർ, യറൗന ഹു. യറൗന ഹൂലെ യറ കഴിച്ചാൽ ബാക്കി എന്ത് ചെയ്യും? ഹും ബഈദുൻ അല്ലേ? ഹും ബഈദുൻ, അവർ ദൂരെയാണ്. അപ്പം യറൗന വന്നപ്പോൾ എന്തായി? യറൗന ഹു, അല്ലെങ്കിൽ ഹുവ ബഈദുൻ. ഹുവ ബഈദുൻ എന്നതാണ് യറൗന. ഈ എറ ഇല്ലെങ്കിൽ ഹുവ ബഈദുൻ. എറ വന്നപ്പോൾ എന്തായി? യറൗന അവർ കാണുന്നു, ഹു അതിനെ. അപ്പോൾ ഒന്നാമത്തെ മഫ്ഊലായി, ബഈദ് രണ്ടാമത്തെ മഫ്ഊൽ. അവരതിനെ വിദൂരമായി കാണുന്നു. വ നറാഹു കരീബൻ, അത് യഥാർത്ഥം എന്താണ്? ഹുവ കരീബുനാണ്. അപ്പം നറ വന്നപ്പോൾ എന്തായി? നറാഹു കരീബൻ. നാം അതിനെ സമീപസ്ഥമായി കാണുന്നു. അൽ മാരിജ്. ഓക്കെ. ഇനി റഅൽ ബസരിയത്ത് വേറെ ഉണ്ട്, അത് നമുക്ക് പിന്നെ വായിച്ചു നോക്കാം. എന്നാൽ ഒരു വർക്ക് അവിടെ ബാക്കിയുണ്ട്, നിങ്ങൾ എഴുതിയിട്ടിടണേ. നിങ്ങൾ ആക്ടിവിറ്റി ചെയ്യണം. ഏതാണ് വാക്ക്? ഏത്? ഇസ്തഖ്റജ. ഇസ്തഖ്റജ അല്ല, ഇസ്തഖ്രിജ്. ഇസ്തഖ്റിജ് മിന ദർസി. يستخرج من الدرس الأفعال من الدرس الأفعال الواردة من هذين البابين. അപ്പോൾ യഹ്മറ അല്ലെങ്കിൽ ഇഫ്ആല എന്ന് പറഞ്ഞ രണ്ട് ബാബിലുള്ള ഏതൊക്കെ ക്രിയകളാണ് പാഠത്തിൽ? അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ താഴെ നിന്ന് എടുത്തെഴുതാതെ, അല്ലെങ്കിൽ ന്യൂ വേർഡ്സിൽ നിന്ന് എടുത്തെഴുതാതെ പാഠത്തിലുള്ള വായിച്ചിട്ട് പേജ് നമ്പറും ലൈനും എഴുതണം. എത്രാമത്തെ പേജിൽ എത്രാമത്തെ വരിയിൽ നിങ്ങൾ കണ്ടു? അപ്പം നമുക്ക് നോക്കാൻ എളുപ്പമുണ്ട് ആ വരിയിൽ എത്രാമത്തെ വരിയിലുണ്ടോ എന്നുള്ളത്. പേജ് നമ്പർ പി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? പി 205 ആണെങ്കിൽ 205 ഈ വാക്കുണ്ട്. എത്രാമത്തെ ലൈനിൽ? ഇപ്പം L11, L12, L10 അല്ലെങ്കിൽ L1. അപ്പം എത്രാമത്തെ ലൈൻ? നിങ്ങളെ ബുക്കിൽ എഴുതിയാൽ മതി. നമ്മളെ ബുക്കിൽ അങ്ങോട്ട് വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് നോക്കണ്ട. നിങ്ങളുടെ ബുക്കിൽ എന്താണ് എത്രാമത്തെ വരിയിലാണുള്ളത് ആ വരിയിൽ ഉണ്ട്. അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. إلى اللقاء بإذن الله والسلام عليكم ورحمة الله وبركاته.